സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കാൽവരി മൗണ്ട്. ഇടുക്കി ഡാം ടോം പിന്നിട്ട് ചെറുതോണി കട്ടപ്പന റോഡിലാണ് കാൽവരി മൗണ്ട്. ലോകപ്രശസ്തമായ ആർച്ച് ഡാമായ ഇടുക്കിയുടെ ചുവട് പിടിച്ചാണ് കാൽവരി മൗണ്ടും പ്രശസ്തിയുടെ മലകയറിയത്. മലമുകളിൽ ജില്ലാ ടൂറിസം കേന്ദ്രത്തിൻ്റെ കവാടത്തിന് സമീപത്തായി പാർക്കിംഗ് കേന്ദ്രങ്ങളും ഉണ്ട്. ജില്ലാ ടൂറിസം കേന്ദ്രത്തിൻ്റെ ഓഫീസിൽ നിന്നുള്ള പാസ് മുഖേനയാണ് അകത്ത് പ്രവേശിപ്പിക്കുക. അധികമാരും ശ്രദ്ധിക്കാതെ കിടന്ന കാൽവരി മൗണ്ട് മലനിരകൾ ഇടുക്കി ഡാമിൻ്റെ വിദൂര ദൃശ്യങ്ങളുടെ നയനാന്തരകരമായ കാഴ്ചകളാണ് ശ്രദ്ധ ആകർഷിക്കുന്നത്. ചെറുതും വലുതുമായ ഇരിപ്പിടങ്ങൾ പോലുള്ള പാറകളും പുൽമേടുകളും നിറഞ്ഞ മലനിരകളാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. കൺമുന്നിലായി സമ്പുഷ്ടമായ വനങ്ങൾക്ക് മധ്യത്തിലായി ഇടുക്കി ഡാമിൽ നിന്നുള്ള നീല ജലാശയം. ദ്വീപുകൾ പോലെ പലയിടത്തും ജലാശയങ്ങൾ കീറിയിറങ്ങി കിടക്കുന്നു. ദൂരെ മാറി കുറവൻ കുറത്തി മലകളുടെ ദൃശ്യം. വൈകുന്നേരങ്ങളും രാവിലെയും മലകളിൽ പെയ്തിറന്ന കോടമഞ്ഞ്, ഉച്ചവെയിലിൻ്റെ രൂക്ഷതയിൽ കുളിര് പകരുന്ന കാറ്റ്. ഇങ്ങനെ കാൽവരി മൗണ്ടിനെ സഞ്ചാരികളുടെ പ്രിയങ്കരിയാക്കാൻ കാരണങ്ങൾ ഏറെയാണ്. ഇരുവശവും വേലിക്കെട്ട് തിരിച്ച ഉദ്യാനത്തിന് നടുവിലൂടെയാണ് വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. വിവിധങ്ങളായ വർണ്ണപുഷ്പങ്ങളായി ഇരുവശങ്ങളിലുമായി പൂവിട്ട് നിൽക്കുന്നത്. ഇവയ്ക്ക് സമീപത്തായി ഇരുന്ന് വിശ്രമിക്കാനുള്ള ചാര് ബെഞ്ചുകളും ഉണ്ട്. ഇടതുവശത്തുകൂടി മലമുകളിലേക്കുള്ള മൺപാതയും ഉണ്ട്. ഇതുവഴി ഓഫ് റോഡേയും സഞ്ചാരം മുമ്പുണ്ടായിരുന്നു. വ്യൂ പോയിന്റുകളിൽ താമസിക്കുന്നതിന് സൗകര്യങ്ങളുണ്ട്. മഞ്ഞിൽ പുതഞ്ഞ മലനിരകളും കണ്ണകലെ ഇടുക്കി ഡാമിൻ്റെ കാനന സൗന്ദര്യം കുളിർക്കാറ്റും ഒത്തുചേർന്ന കാൽവരി മൗണ്ട് തേടി സഞ്ചാരികളുടെ പ്രവാഹം. കാൽവരി മൗണ്ട് ഇടുക്കി റിസർവോയർ ഉൾപ്പെടെയുള്ള ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെ വിശാലമായ കാഴ്ച പ്രദാനം ചെയ്യുന്നു. തെളിഞ്ഞ കാലാവസ്ഥയിൽ കുന്നുകൾക്കിടയിൽ കാമാക്ഷി, മരിയാപുരം ഗ്രാമങ്ങൾ കാണാൻ കഴിയും. ഇടുക്കി ചെറുതോണി ഡാമുകളും കണ്ട് ചെറുതോണി കട്ടപ്പന റൂട്ടിൽ ഇടുക്കി ഡാം ടോപ്പ് പിന്നിട്ട് കുറച്ച് കിലോമീറ്റർ മുന്നോട്ട് പോയാൽ കാൽവരി മൗണ്ട് എത്തും. പ്രധാന പാതയോട് ചേർന്ന് മലനിരകളിലേക്ക് കോൺക്രീറ്റ് റോഡ് കാണാം. കയറ്റം പകുതി എത്തുമ്പോഴേക്കും കുറച്ചു ഭാഗം നിരപ്പ് പ്രദേശമായി.
എറണാകുളം തൃശ്ശൂർ ഭാഗത്തു നിന്നും തൊടുപുഴയോ കോതമംഗലം നേര്യമംഗലം വഴിയോ ചെറുതോണിയിലെത്തിയാൽ ഇവിടെ എത്താം. കോട്ടയം ഭാഗത്തു നിന്നുള്ളവർക്ക് കട്ടപ്പന എത്തിയ ശേഷം ചെറുതോണി റൂട്ടിൽ സഞ്ചരിച്ചാൽ കാൽവരി മൗണ്ടിലെത്താം. ചെറുതോണിയിലും പൈനാവ് സർക്കാർ റെസ്റ്റ് ഹൗസുകളിലും താമസം. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.